ഹായ് ഫ്രണ്ട്സ്, റെഡി ടു ഫ്ലൈ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രാവുകളുടെ ചിറക് ഒന്ന് സ്ട്രോങ് ആക്കാൻ. നമ്മൾ പറത്തുന്ന പ്രാവിന് അതിൻ്റെ ചിറക് ഇപ്പോൾ ഓൾറെഡി എല്ലാ പ്രാവുകൾക്കും അത്യാവശ്യം പറത്തുന്ന പ്രാവുകൾക്കെല്ലാം സ്ട്രോങ് ചിറവ് ആയിരിക്കും. ചില പ്രാവിന് ടെമ്പർ കുറവായിരിക്കും, എന്നാലും പ്രാവുകൾ പറക്കും. അത്യാവശ്യം അതിന് കഴിയുന്ന ടൈമുകൾ ഓരോ ലൈനേജിലുള്ള പ്രാവുകൾ പറക്കാറുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ ഒരു പ്രാവ് ഒരു 5 മണിക്കൂർ പറക്കുന്ന ഒരു പ്രാവായിരുന്നാലും 10 മണിക്കൂർ പറക്കുന്ന പ്രാവായിരുന്നാലും അതിൻ്റെ മേപ്പോട്ട് എത്ര മണിക്കൂർ പറക്കുന്ന പ്രാവായിരുന്നാലും ഇപ്പോൾ ഓൾറെഡി അതിന് ആ ടൈം പറക്കാനായിട്ടുള്ള ഒരു ടെമ്പർ അതിൻ്റെ ബോഡിക്ക് ഉണ്ടാവും. ആ ഒരു ലൈനേജിനെ പുറത്ത് അതിനുണ്ടാവും. പക്ഷേ അതിൻ്റെ ബോഡിക്ക് നമുക്ക് ആ പ്രാവിന് മൈൻഡ് ഉണ്ടാവും പറക്കണമെന്ന്. പക്ഷേ ചിലപ്പോൾ അത്രത്തോളം ബോഡി അതിനെ ഹെൽപ്പ് ചെയ്യൂല ആ പറന്ന് ആ ടൈം എത്താൻ. അപ്പോൾ നമുക്ക് മാക്സിമം ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ അതിൻ്റെ ചിറക് സ്ട്രോങ് ആവാനും, പിന്നെ ഈ പ്രാവുകൾ നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ പറത്തുമ്പോൾ ഇറങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, കിതപ്പ് ഉണ്ടാവും കുഞ്ഞുങ്ങൾക്ക്. ചില വലിയ പ്രാവായിരുന്നാലും പറന്നിറങ്ങിയതിനു ശേഷം നമ്മൾ നോക്കുമ്പോൾ ഒരു കിതപ്പുണ്ടാവും പ്രാവ് വന്നിട്ട് വാ തുറന്നിരിക്കുന്ന ഒരു ഇത് നമ്മൾ കാണാറുണ്ട് ചില പ്രാവുകൾ. അപ്പോൾ അത്തരത്തിലുള്ള വിഷയം ഒരു പരിധിവരെ നമ്മളിപ്പോൾ ഫുഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഫാറ്റി ഫുഡൊക്കെ ഒന്ന് കുറച്ച് വെയിലൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു പരിധിവരെ അത് മാറി കിട്ടും. പക്ഷെ എന്നാലും അങ്ങനെ വീണ്ടും കുറച്ച് റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പ്രാവിനെ പറത്തുമ്പോൾ വീണ്ടും അതുപോലെ തന്നെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അങ്ങനെ ഒരു പ്രാവിന് കൊടുക്കുന്ന ഒരു എക്സസൈസ് പോലത്തെ എക്സസൈസ് ആണ്. അതിൽ നിന്നും പ്രാവിൻ്റെ ചിറകിന് നല്ല സ്ട്രോങ് ആവും ചിറകുകൾ. 2-3 രീതിയിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. 2 രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. അതായത് പിന്നെ ഈ ചിറക് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ചില വെട്ടി നമ്മളിട്ടിരിക്കുമ്പോഴും അത് ചെയ്യാം. വെട്ടിയിട്ടിരിക്കുന്ന പ്രാവുകൾ, അതായത് അടുത്തിനി ചിറക് പിഴുന്ന് പഞ്ചായത്തിനോട്ട് ചിറകൊക്കെ കട്ട് ചെയ്തിട്ടിരിക്കുന്ന സമയം നമുക്കത് ചെയ്യാൻ പറ്റും. എന്നാൽ പുതിയ ചിറക് വരുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന എക്സസൈസ് അതിന് ഒരു പ്രാവിനും കൊടുക്കാൻ പാടില്ല. അല്ലാതെ ചിറകുള്ള പ്രാവിനെ വേണമെങ്കിൽ നമുക്കിപ്പോൾ പറത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാവ് അത്ര പോരാ, ഒരു ടെമ്പറില്ല, അല്ലെങ്കിൽ എന്തോ പോലെ പറക്കുന്നു, നമുക്കൊരു ഇഷ്ടപ്പെട്ട രീതിയിലല്ല, പെട്ടെന്ന് ഇറങ്ങുന്നു, കുറച്ച് സമയം പറന്നിട്ട് ഇറങ്ങുന്നു. പക്ഷെ അതിൻ്റെ മുന്നിലത്തെ കുട്ടികളൊക്കെ ഒരുപക്ഷെ നല്ല ടൈം പറന്നിരിക്കും. അപ്പോൾ അത് ബ്രീഡർ ആയിരുന്നാലും ഫ്ലയർ ആയിരുന്നാലും, ബ്രീഡറാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില പ്രാവുകളൊക്കെ വലിയ ടൈം പറക്കാറില്ല. ഫ്ലയർ ആണെങ്കിൽ നല്ല ടൈം പറക്കാറുണ്ട്. ഈ ബ്രീഡർ ആയാലും ഒരു പറവ ലൈനയിലുള്ള പ്രാവ് വരുമ്പോൾ ബ്രീഡർ ആയാലും അത്യാവശ്യം കുറച്ച് സമയം പറക്കും. ഒരു 4-5 മണിക്കൂറൊക്കെ പറക്കും. പോട്ടെ, ഇനി അതൊന്നുമില്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും പറക്കണം. അപ്പോൾ അത്തരത്തിലും പറക്കാത്തൊരു പ്രാവ്, ഇപ്പം നമുക്ക് ആ പ്രാവ് നേരത്തെ പറത്തി നല്ല റിസൾട്ട് ഉണ്ട്. പക്ഷേ ഈ അതേ പേരൻ്റെ കുഞ്ഞ് തന്നെ ഇപ്പം പറക്കുന്നില്ല, അതൊരു ഫ്ലയർ ലൈനിലുള്ള ഒരു പ്രാവാണെങ്കിൽ നമുക്കതിന് എന്താണ് കാര്യം? വേറെ കുഴപ്പമില്ല, ബോഡി ടെമ്പറൊക്കെ ഉണ്ട്, നമ്മൾ ഈ ചുറ്റിപ്പൊക്കെ കൊടുത്തു, ചിറകൊക്കെ ഒന്ന് ഇളകി, എന്നിട്ടും പ്രാവ് പറക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ട്രെയിനിങ് കൂടെ ഒന്ന് കൊടുത്തു നോക്കുക. അപ്പോഴും ഒരു പക്ഷേ നമുക്ക് നല്ല ഒരു 80% നല്ലൊരു റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് അത്തരത്തിലുള്ള പ്രാവുകൾ. ഇനി പറന്നുകൊണ്ടിരിക്കുന്ന പ്രാവുകൾ തന്നെ നമുക്ക് കുറച്ചുകൂടി മെച്യൂരിറ്റി ആയിട്ട് പറക്കാനായിട്ട് കുറച്ചുകൂടി, അതായത് ടൈം കൂട്ടാനും കൂടുതൽ പറക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് പറന്ന് കിട്ടാനും നമുക്ക് ഈ ഒരു എക്സസൈസ് നല്ല ഒരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു എക്സസൈസാണ്. അപ്പോൾ മാക്സിമം നമുക്ക് പ്രാവുകൾ അത്തരത്തിലൊരു എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടൈമിലോട്ട് കൊണ്ടുവരാനും പറ്റും. നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ എത്ര മണിക്കൂർ പറന്ന പ്രാവായിരുന്നാലും ശരി തന്നെ അതിൻ്റെ മേപ്പോട്ട് പറക്കാനുള്ള ഒരു കഴിവ് ആ ബോഡിക്ക് കിട്ടും ഈ ഒരു എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അത് എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോ കാണിച്ചു തരാം, എന്നിട്ട് പറയാം. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, അതിനായി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ബോക്സിൽ ഇതൊരു ബോക്സാണ്. നമ്മളെ ഈ മീനൊക്കെ കൊണ്ടുവരുന്ന പോലത്തെ മീനൊക്കെ ഇട്ട് മാർക്കറ്റിലൊക്കെ നമ്മൾ കാണാറുള്ള ഒരു ബോക്സാണ്. ഈ ബോക്സിൽ നിറച്ച് ഞാൻ വെള്ളമാണ് എടുത്തിട്ടുള്ളത്.
വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ബോക്സ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഇതുപോലുള്ള എന്തെങ്കിലും കുറച്ചുകൂടി വലിയൊരു ബോക്സോ അല്ലെങ്കിൽ ടാങ്കോ ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല, ഇത് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരു മെയിൽ പ്രാവാണ്, ഒരു 10 കൊല്ലം ആയിട്ടില്ല ഇത്. അപ്പോൾ ഈ പ്രാവിലാണ് ഞാൻ ഈ ഒരു എക്സസൈസ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കരുത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. പ്രാവിനെ നമ്മൾ ഒതുക്കി പിടിക്കുക. പിന്നെ ഈ എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല. 2 ദിവസത്തിലൊരിക്കുക ഒരു 10-12 പ്രാവശ്യം നമ്മൾ ഈ പ്രാവിനെ ഇങ്ങനെ കൊടുക്കുക. എക്സസൈസ് കാണിച്ചു തരാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഞാൻ ഈ ബോക്സിൽ ഫുള്ള് വെള്ളം എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ്. നമുക്ക് ഫുള്ള് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതായത് ചില ആൾക്കാർക്ക് ഒരു പേടിയായിരിക്കും, കാര്യം പ്രാവ് വെള്ളത്തിൽ മുങ്ങിപ്പോവോ എന്നുള്ള ഒരു സംശയമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് തീർക്കാനായിട്ടാണ്. പ്രാവ് ഒരിക്കലും വെള്ളത്തിൽ മുങ്ങിപ്പോകത്തില്ല. കറക്റ്റായിട്ട് കണ്ടോ, ഇതുപോലെ വെള്ളത്തിൽ ഇങ്ങനെ അത് ഹോൾഡ് ചെയ്ത് നിൽക്കും, വേറെ കുഴപ്പമില്ല, മുങ്ങിയൊന്നും പോകത്തില്ല. നമുക്ക് ഈ ഫുള്ള് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഞാനിത് പ്രാവ് മുങ്ങിപ്പോകാതിരിക്കാനായിട്ടുള്ളത് കാണിക്കാനായിട്ട് ഇത്രയും വെള്ളം എടുത്തതാണ്. നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ചു കളയാം. എന്നിട്ട് അര ബോക്സ് വെള്ളം മതിയാവും, അര ബോക്സ്. കാര്യം എങ്കിൽ മാത്രമേ ഇത് ഇതിനകത്ത് നിന്നിട്ട് ഇങ്ങനെ നീന്തത്തുള്ളൂ. നീന്താനായിട്ടാണ് നീന്തലാണ് ഇതിൻ്റെ എക്സസൈസ്. അപ്പോൾ ഇതിനകത്ത് നീന്തിക്കോളും നമ്മളിങ്ങനെ ഇടുമ്പോൾ. മാക്സിമം ഇത് ഇടുമ്പോൾ ഒന്ന് പ്രാവ് നനയാനായിട്ട് നോക്കാം. നനഞ്ഞതിന് ശേഷം മാത്രം ഇടുക. അല്ലെങ്കിൽ നമ്മൾ പ്രാവ് വിട്ട ഉടനെ തന്നെ ഇത് കഴിച്ച് പറക്കാനുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുക. പതുക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത്, ഞാനതാണ് ഹോൾഡ് ചെയ്ത് പ്രാവിനെ നല്ലതായിട്ട് ഒതുക്കി ഒന്ന് നനയ്ക്കുക വെള്ളത്തിൽ. ഞാനിപ്പോൾ ആ ഫുള്ള് വെള്ളത്തിൽ തന്നെ നനച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വിട്ടിട്ട് നമ്മൾ ഒന്ന് സൗണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴേ അത് നീന്തിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട്.
നമ്മൾ ഇന്ന് കാണിച്ച ഈ വീഡിയോ, അതായത് പ്രാവിനെ നീന്തിക്കുന്ന എക്സസൈസ് പ്രാവിന് കൊടുക്കുന്നത്. അപ്പോൾ ഇത് താല്പര്യമുള്ളവർ ചെയ്താൽ മതി. ഇപ്പോൾ എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇത് പവർഫുള്ളായിട്ട് ഒരു പ്രാവിന്, ഇപ്പം ഞാൻ കാണിച്ചു തരാം, ഒരു പ്രാവിന് സാധാരണ പറക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് അതിൻ്റെ ചിറകിൽ ഇത് എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു പ്രാവ് നമ്മളിപ്പോൾ ചിറകടിച്ച് പറക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് കൊണ്ട് പ്രാവ് ഒരു പ്രാവശ്യം ചിറകടിക്കുമ്പോൾ തന്നെ നല്ല രീതിക്ക് അത് ഹൈറ്റിലോട്ട് പൊങ്ങിപ്പോകും. പക്ഷെ ഇത് അങ്ങനെ പൊങ്ങാൻ പറ്റില്ല. എന്നാൽ വെള്ളത്തിൻ്റെ വെള്ളം നനഞ്ഞിട്ട് ഏറ് താഴോട്ട് പിടിക്കും. ഈ നനവുകൊണ്ട് താഴോട്ട് പിടിക്കും. അപ്പോൾ ഈ ആ വെയിറ്റ് ഡബിൾ, അതല്ലെങ്കിൽ 3 മടങ്ങ് വെയിറ്റൊക്കെ പ്രാവിൻ്റെ ബോഡിക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഭാഗത്ത് വരുന്ന മസിലുകൾ നല്ല ഉറയ്ക്കും, നല്ല ഉറപ്പായിട്ട് വരുന്നതായിരിക്കും. ഈ ഭാഗത്ത് വരുന്ന മസിലുകളൊക്കെ നല്ല സ്ട്രോങ് ആവും. അപ്പോൾ നമ്മൾ ഈ ജിമ്മിലൊക്കെ പോയി എക്സസൈസ് ചെയ്യുമ്പോൾ അത്രയും സ്ട്രോങ് ആവും. അപ്പോൾ പ്രാവിന് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഡബിൾ ബോഡി പവർ കൂടും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും, പ്രാവ് നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് വളരെ പെട്ടെന്ന് തന്നെ എഫക്റ്റീവ്, അതിൻ്റെ ശരീരത്തിൽ അതിൻ്റെ എഫക്റ്റ് കിട്ടുകയും ചെയ്യും. അതേപോലെ പെട്ടെന്ന് തന്നെ ലോസ് ആവുകയും ചെയ്യുന്ന ഒരു പക്ഷിയാണ് പ്രാവ്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത എക്സസൈസ് ഒരു 1.5 അല്ലെങ്കിൽ 2 ദിവസത്തിൽ ഒരിക്കലൊക്കെ ഇത് കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെയിനായിട്ട് ഈ വെയിലുള്ള സമയങ്ങളിൽ മാത്രമേ ഈ എക്സസൈസ് കൊടുക്കാവൂ. വെയിലില്ലാത്ത സമയത്ത് ഇങ്ങനെയുള്ള ഒരു എക്സസൈസ് ഒരിക്കലും കൊടുക്കരുത്. കാര്യം വെയിൽ ഇത് കഴിഞ്ഞിട്ട് നേരെ എന്ത് ചെയ്യുക, വെയിലത്ത് പ്രാവിനെ ഇടേണ്ടതാണ്. പൂർണ്ണമായിട്ട് നല്ല രീതിക്ക് ഉണങ്ങി വരണം പ്രാവ്. അല്ലാതെ മഴ സമയങ്ങളിലോ അങ്ങനെയുള്ള ദിവസങ്ങളിലൊന്നും ഇത് ചെയ്യാതിരിക്കുക. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വെള്ളത്തിൽ നീന്തുന്ന സമയം ഇതിൻ്റെ ബ്രീത്ത് എക്സസൈസ്, അതായത് ഈ പ്രാവ് താഴ്ന്നു പോകാത്തതിനുള്ളൊരു കാരണം അതാണ്. അതിൻ്റെ നമ്മൾ ആഹാരം കൊടുക്കുമ്പോഴുള്ള ഈ കൊക്കറ എന്ന് പറയും ചിലവർ, അതായത് ഒരു സഞ്ചി പോലത്തെ ഇത് ഇങ്ങനെ എയറുണ്ട്, അതിങ്ങനെ പെരുകി നിൽക്കും. അന്നേരം ഇത് താഴ്ന്നു പോകില്ല. അപ്പം ഇത് ഓരോ പ്രാവശ്യം ചിറകിട്ട് ഇങ്ങനെ അടിക്കുമ്പോഴും ബ്രീത്തിങ് കപ്പാസിറ്റി കൂടെ ഉണ്ടാവും. കാര്യം ആ ഒരു ശ്വാസം അത് പവർഫുള്ളായിട്ട് പിടിച്ച് വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ ചിറകിട്ട് ഈ വെള്ളത്തിലടിക്കുന്നത്. അപ്പോൾ ഈ കൈക്കും ആ ഒരു ബ്രീത്ത് ഇതും കൂടെ നന്നായിട്ട് എന്താ പറയുക, നല്ല സ്ട്രോങ് ആവും. ബ്രീത്ത് ടൈം കൂടും. പ്രാവിന് പറവയ്ക്ക് അത് വളരെ നല്ലൊരു ഇത് കിട്ടും. അതായത് പറക്കുന്നതിനും ടൈം കൂടുതൽ നിൽക്കാൻ, അത്തരത്തിലൊക്കെ ഉള്ള ഒരു ഗുണം ഈ ഒരു എക്സസൈസ് കൊണ്ട് പ്രാവിന് കിട്ടും. അപ്പോൾ മാക്സിമം തീരെ കുഞ്ഞു പ്രാക്കളെ ഇങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഇങ്ങനെ ചെയ്യേണ്ടത് പറത്തിയ പ്രാക്കളെ മാത്രമേ ഇങ്ങനെ എപ്പോഴും നമുക്ക് ചെയ്യാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ 2 മണിക്കൂറോ 3 മണിക്കൂറോ, അതൊരു ബ്രീഡർ ആയിരുന്നാലും 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ പറന്ന പ്രാക്കളെ മാത്രം ഇത്തരത്തിലുള്ള ഒരു എക്സസൈസ് കൊടുക്കുക. ഇനി നല്ലൊരു ടൈം പറന്ന പ്രാക്കളാണെങ്കിൽ കുഴപ്പമില്ല. എല്ലാ പ്രാവിനും ഇത് കൊടുക്കുന്നത് നല്ലത് തന്നെ. എന്ന് പറഞ്ഞാൽ ജോഡിക്ക് നമ്മൾ പെയറിൽ ഇട്ട് ചെയ്യുന്നത്, അതായത് ബ്രീഡിംഗ് പെയറിന്, ഇതുപോലുള്ള ബ്രീഡിംഗ് പെയറിനൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പറത്തുന്ന പ്രാവിന് എത്രത്തോളം നമുക്ക് പറവ മുകളിലോട്ട് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടോ അത്തരത്തിലുള്ള നമുക്ക് തന്നെ ഇപ്പോൾ നമ്മൾ ലോഫ്റ്റിൽ അറിയാൻ പറ്റും, ഇത്തരത്തിലുള്ള ഇന്ന പ്രാവ് അല്ലെ ഈ ഒരു പ്രാവിന് ഇങ്ങനെ ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി പറവ മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള നമുക്ക് തോന്നണം. ആ പ്രാവുകളെ മാത്രം എടുത്ത് ചെയ്യുക. അല്ലാതെ എല്ലാ പ്രാവുകളെയും നമുക്കിപ്പം കൂട്ടിലുള്ള എല്ലാ പ്രാവുകൾക്കും ഇതുപോലെ ഇത് കൊടുക്കണം, എക്സസൈസ് കൊടുത്ത് പറവ മെച്ചപ്പെടുത്തണമെന്നല്ല പറയുന്നത്. എന്നാലും നമുക്ക് 1, 2, 3 പ്രാവിനെയൊക്കെ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. ഒരു സ്റ്റെപ്പ്. പിന്നെ അടുത്തിനി അതിനെയൊക്കെ പറത്തിയിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അറിഞ്ഞതിന് ശേഷം, അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടിയതിന് ശേഷം അടുത്തൊരു പ്രാവിനെ കൂടെ നമുക്ക് അങ്ങനെ ചെയ്ത് അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാം. ആദ്യം 1, 2 പ്രാവിനെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അതുപോലെ പ്രാവിനെ വിടുമ്പോൾ ഒന്ന് നനയ്ക്കുക, ചെറുതായിട്ടൊന്ന് നനച്ചതിന് ശേഷം മാത്രം പതുക്കെ പ്രാവിനെ വയ്ക്കുക. എടുത്തങ്ങ് ഇടയോ അല്ലെങ്കിൽ പറന്ന് പോകത്തക്കല്ലോ, പതുക്കെ സ്ലോലി ചെയ്യുക, നൈസായിട്ട് വിടുക. പ്രാവ് ആദ്യമൊക്കെ ഒന്ന് ചിലപ്പോൾ ചാടിയൊക്കെ പോകും. പിന്നെ അത് ശീലമാകുമ്പോഴത്തേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് അതിങ്ങനെ നീന്തിക്കൊണ്ടിരിക്കും. ആദ്യത്തെ ദിവസം ചിലപ്പോൾ ഇപ്പോൾ അരമണിക്കൂർ 1 മണിക്കൂറൊന്നും ഇടണ്ട. ഇതൊരു 3-4 മിനിറ്റ് ആദ്യം അങ്ങനെയൊക്കെ വരുള്ളൂ. 1 മിനിറ്റോ 2 മിനിറ്റോ ഇങ്ങനെയൊക്കെ അത് എത്രത്തോളം പറക്കുന്നോ നീന്തുന്നോ ഇത് മാത്രം. 2 ദിവസം പിന്നെ റെസ്റ്റ് കഴിഞ്ഞ് അടുത്തൊരു വെയിലിന് വീണ്ടും ഇതേപോലെ 2-3 മിനിറ്റ്, അങ്ങനെ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ്, അത് പിന്നെ കണ്ടിന്യൂസ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും വെള്ളത്തിൽ. ഇത് സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രാവിന് അതൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആവും, അതെങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത്തരത്തിൽ അത് സ്വന്തമായിട്ട് അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇത് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഷോൾഡറിന് നല്ല പവർ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ എക്സസൈസ് പവർഫുള്ളായി മാറുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലൊരു നല്ലൊരു വീഡിയോ വേണ്ടി വരുന്നതായിരിക്കും. അതൊരു ബൈ ബൈ.